അടുത്തതായിട്ട് ഈ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയി വെള്ളരിങ്ങാട്ടിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ ആം ആദ്മി വോളണ്ടിയർമാരെ, പ്രിയ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തില് ഇന്നിവിടെ ഒരു സഹായന ധർണ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം മുൻ പ്രാസംഗികന്മാർ നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മള് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനെ സംബന്ധിച്ചുള്ള ശരിയായ പശ്ചാത്തലത്തേക്കാണ് നമ്മൾ വിരട്ടി ഉടനേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ജനാധിപത്യം അപകടകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ഏകാധിപത്യ സർക്കാരിനെ അല്ലെങ്കിൽ ഒരു ഏകകക്ഷി സർക്കാരിനെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ദൗത്യമാണ് BJP ഏറ്റെടുത്തിരിക്കുന്നത്. അതിനവർ ചെയ്തു വരുന്ന നടപടിക്രമങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുക്കാൻ പറ്റുമോ അതിനെയെല്ലാം വിലക്കെടുക്കാൻ അവര് പല കാലങ്ങളിൽ വിവിധ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയുണ്ടായി. രാഷ്ട്രീയപരമായിട്ട് അവർക്ക് നേരിടാൻ പറ്റാത്തപ്പോൾ സാമ്പത്തികമായിട്ടും ഭീഷണി ഉയർത്തിയതൊക്കെ ഈ അവർക്ക് അവരെ BJPയുടെ പിന്നിലേക്ക് അണിനിരത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ചില 2-3 ലക്ഷം വോട്ടുകളുടെ മാർജിനിൽ വിജയിച്ചു വരുന്ന BJPക്കെതിരായിട്ട് വിജയിച്ചു വരുന്ന MP-മാരെയും MLA-മാരെയും എല്ലാം ഒരു സുപ്രഭാതത്തില് പാർട്ടി മാറ്റിക്കൊണ്ട് അവരുടെ അണികളിലേക്ക് BJPയിലേക്ക് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്തു വരുന്ന ഒരു നടപടിക്രമമാണ് ഈ രീതിയിലുള്ള നീക്കമെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 കൊല്ലം മുമ്പും കഴിഞ്ഞ 5 കൊല്ലം മുമ്പും നടന്ന തെരഞ്ഞെടുപ്പ് BJP ഉയർത്തിയ മുദ്രാവാക്യം കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നായിരുന്നു. അപ്പോൾ നമുക്ക് കോൺഗ്രസിന്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടതുകൊണ്ട് കോൺഗ്രസ് വിമുക്ത ഭാരതത്തെ സംബന്ധിച്ചും നമുക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളത്. പക്ഷേ അവർ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് ഉദ്ദേശിച്ചത് പ്രതിപക്ഷ വിമുക്ത ഭാരതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും നശിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തൊരു ഏകകക്ഷി ഭരണം, അതായത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളില് നടക്കുന്ന പോലെയുള്ള ചൈനയിലും റഷ്യയിലുമൊക്കെ നടക്കുന്ന പോലെ ഒരു പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന് പരമാധികാരം ലഭിക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വ്യത്യാസം കൂടെ നാം കാണാനുള്ളത്. നമുക്കറിയാം, അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ജനാധിപത്യ പാർട്ടികളാണെങ്കിലും അവിടെ ആൾബലവും ജനങ്ങൾ വളരെ കുറവുള്ള സ്ഥലങ്ങളാണ്. ഇന്ത്യയിലെ 150 കോടിയോളം വരുന്ന ജനങ്ങളുള്ള ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കേണ്ടത് ഇന്ത്യ ഇന്നലെയാണ് അംബേദ്കർ ദിനം ആചരിച്ചത്. അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടനയില് പ്രധാനമായും ഉൾക്കൊള്ളാൻ കാരണം എന്താണെന്ന് നമുക്കറിയാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ എന്ന കൺസെപ്റ്റ്, ഇന്ത്യ എന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ നാട്ടുരാജ്യങ്ങളും വിവിധ പ്രദേശങ്ങളില് ഭാഷയുടെയും ജാതിയുടെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തില് വിവിധ രാജാക്കന്മാരുടെ കീഴിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ എല്ലാ പ്രദേശങ്ങളെയും നമ്മൾ ഏകോപിപ്പിച്ചോട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യക്ക് ആവശ്യം ജനാധിപത്യ രീതിയിൽ മതേതരത്വ സ്വഭാവമുള്ള ഒരു ഭരണഘടനയാണെന്ന് ബോധ്യം വന്നു. അത് ശരിയാണ് എന്ന് കഴിഞ്ഞ 80-75 കൊല്ലത്തിലേറെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ഭരണകാലഘട്ടം നമുക്ക് തെളിയിച്ചു തരികയും ചെയ്തു. ഇവിടെ ഇതിനു മുമ്പ് ചെയ്തതെല്ലാം തെറ്റാണ്, അത് തെറ്റായ രീതിയിൽ ചരിത്രം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമായി മാറി BJP. നമുക്കറിയാം, ഇവിടെ ഇന്ത്യയുടെ വികസനത്തിന് കാർഷിക മേഖലയില്, വ്യവസായ മേഖലയിലെല്ലാം ഇന്ത്യ ഒരുവിധം വികസനം പ്രാപിച്ചെങ്കിൽ അത് ഇവിടുത്തെ ഈ മതേതര ജനാധിപത്യ സ്വഭാവമുള്ള സർക്കാരുകൾ കൊണ്ട് തന്നെയായിരുന്നു. ഏകാധിപത്യ സ്വഭാവത്തിലുള്ള സർക്കാർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വന്തം അനുയായികൾക്ക്, അദാനി പോലെയുള്ള സ്വന്തം ശിങ്കിടികൾക്ക് പതിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ വൻ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നാം കണ്ടു ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം. അതായത് ജനങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാനോ ഫ്രീ ആയിട്ട് സംഭാവന കൊടുക്കാനോ അവസരം കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ട
കള്ളപ്പണമെങ്കിൽ കള്ളപ്പണം എന്ന രീതിയിൽ തന്നെ ഒരു ഇലക്ട്രൽ ബോർഡ് സംവിധാനം ചെയ്തു. ഇലക്ട്രൽ ബോർഡിന്റെ പേര് വെളിപ്പെടുത്താതെ വളരെ ഗോപ്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഏതാണ്ട് 10-16,000 കോടിയോളം രൂപ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ നിന്ന് ഇലക്ട്രൽ ബോർഡ് ശേഖരിക്കുകയുണ്ടായി. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ടു. ഇന്ത്യയിലെ ജനാധിപത്യ സ്വഭാവത്തിന് ഇതുപോലെ ഗോപ്യമായ രീതിയിൽ ഒളിച്ചു വെച്ചിട്ടുള്ള പരിപാടി പറ്റില്ല. ഇതിന്റെ സോഴ്സുകൾ വെളിപ്പെടുത്തണമെന്നുള്ള വിഷയം വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രസ്ഥാനമല്ല, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെയുള്ള അതോറിറ്റികളെ കൊണ്ട് തന്നെ ഇതിന്റെ വിവരം പുറത്തുവിടണമെങ്കിൽ 5-6 മാസത്തെ സാവകാശം വേണമെന്ന് പറഞ്ഞു. സാവകാശം വേണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നത് എപ്പോഴാണ്? ഒരാഴ്ചക്കുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പ്രസിദ്ധീകരിക്കുന്ന ദിവസത്തിന്റെ തലേന്നാണ് ഇവരിങ്ങനെ ഒരു 6 മാസത്തെ സാവകാശം വേണമെന്ന് പറഞ്ഞത്. കോടതി അത് സമ്മതിച്ചില്ല. പിറ്റേന്ന് തന്നെ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു 6 മാസവും വേണ്ടി വന്നില്ല. പിറ്റേ ദിവസം തന്നെ ഈ സംഗതി ഒരു ക്ലിക്കില് കിട്ടാവുന്ന ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തേക്ക് വിടും. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചത്? അത് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിൽ ബഹുഭൂരിപക്ഷവും വോട്ടുകളും BJP-യുടെ ഫണ്ടിലേക്ക് തന്നെയാണ് പോയത്. എങ്ങനെയാണ് BJP-യുടെ ഫണ്ടിലേക്ക് പോയതെന്ന് നമുക്ക് കണ്ടു. അതായത് ഒരു വ്യക്തിയെ, ഒരു പ്രസ്ഥാനത്തെ, ഒരു വ്യവസായത്തെ റെയ്ഡ് നടത്തിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ കള്ളപ്പണം ഇപ്പൊ PMLA ആക്കി എല്ലാം പറഞ്ഞ് അനിശ്ചിതകാലമായിട്ട് അകത്ത് പിടിച്ചിടുമെന്നുള്ള രീതിയിലുള്ള ഭീഷണികളെ മുടക്കിക്കൊണ്ട് അവരെ CBI-യും ED-യും എല്ലാം രംഗത്തിറക്കുകയും അത് ഒരു ദിവസമൊക്കെ കസ്റ്റഡിയിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഇവർ ഈ ഇലക്ട്രൽ ബോർഡില് വൻ കോടികള് സർക്കാരിന് അല്ലെങ്കിൽ BJP-യുടെ ഫണ്ടിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരെ എല്ലാം വെള്ളം പൂശിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഏതാണ്ട് 700ഓളം പേരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിലക്കെടുത്തു കഴിഞ്ഞു. ഈ വിലക്കെടുത്തു കഴിഞ്ഞവർക്ക് വേണ്ടി തന്നെ 1000-ഓളം കോടി രൂപയാണ് അവർ വിനിയോഗിച്ചത്. അതായത് ഭീഷണി മൂലവും അതുപോലെ സാമ്പത്തിക സൗകര്യങ്ങളും മറ്റു ഭൗതിക ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പ്രതിപക്ഷ നിലപാട് സ്വീകരിക്കുന്നവര് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങള്, ഇങ്ങനെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു BJP സർക്കാരിനെ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് നമ്മള് ഇന്ന് ഇവിടെ ഒരു സഹായം നടത്തുന്നത്. BJP-ക്ക് വോട്ടില്ല, നോ വോട്ട് ഫോർ BJP എന്ന ക്യാമ്പയിനാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആം ആദ്മി പാർട്ടി എതിർത്ത് വരുത്തുന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തില് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിരുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ശ്രീമാൻ കേജ്രിവാളിനെ അകത്തിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപടിക്രമമായിട്ട് മുന്നോട്ട് പോയത്. ആ ഒരു സാഹചര്യത്തില് ഈ നമ്മള് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യം വളരെ വ്യക്തമായി നമ്മുടെ ദേശീയ നേതാവ് കേജ്രിവാളിന് ബോധ്യം വന്നതുകൊണ്ട് നമുക്ക് ഇന്ത്യ മുന്നണിയിൽ അനുവദിച്ചിട്ടുള്ള 22ഓളം മണ്ഡലങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ബാക്കി മണ്ഡലങ്ങളില് ഇന്ത്യ മുന്നണിയെ കരകക്ഷികൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം ഇന്ത്യ മുന്നണി രൂപം കൊള്ളുന്നതിന് പ്രധാനമായിട്ട് സംഭാവന ചെയ്ത് കേജ്രിവാളെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ വിവിധ പ്രസ്ഥാനങ്ങളെല്ലാം പ്രധാനമന്ത്രി മോഹവുമായി അലിഞ്ഞു തിരിയുന്ന ഒരു സാഹചര്യത്തില് ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത രീതിയിൽ വിഘടിപ്പിച്ചു നിർത്താമെന്ന് BJP കരുതിയിരുന്നു. എന്നാല് കേജ്രിവാൾ ഇടപെട്ട് ഓരോരുത്തരെയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും കേവലം 35% മാത്രം ഇന്ത്യയിലെ പോൾ ചെയ്ത വോട്ടിന്റെ 35% മാത്രം വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. എന്നാൽ 65%-ത്തിലേറെയുള്ള വോട്ടുകള് BJP-ക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി വീതം വെച്ചു പോവുകയാണ് ഉണ്ടായത്. ആ സാഹചര്യം ഒഴിവാക്കണം. ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകണമെങ്കിൽ BJP സർക്കാർ അടുത്ത 5 വർഷം ഇന്ത്യ ഭരിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാടിന്റെ ബോധ്യം എല്ലാ പാർട്ടി നേതാക്കളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേജ്രിവാൾ രംഗത്ത് വരികയും അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രംഗത്ത് വരികയും ചെയ്തത്. നമുക്കറിയാം ഡൽഹി മദ്യനയ കേസ് ഇന്ത്യ മുന്നണി, അതായത് 400ഓളം സീറ്റ് NDA മുന്നണി കരസ്ഥമാക്കുമെന്ന് പറഞ്ഞ ഈ നാട്ടിൽ മുഴുവൻ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വിളിച്ചു പോയി നടന്ന അവർക്ക് അങ്കലാപ്പായി. ഇന്ത്യ മുന്നണി ശക്തമായാൽ 65% വരുന്ന വോട്ടുകള് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയിലേക്ക് മാറ്റപ്പെടുമെന്ന് അവർ കണ്ടപ്പോഴാണ് വിവിധ മാർഗങ്ങൾ അവർ സ്വീകരിക്കാൻ തുടങ്ങിയത്. അതുപോലെ
നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയെ പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാല് ഇന്ത്യ മുന്നണിയുടെ പ്രചരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ അടിത്തറ ഇളകുമെന്ന് വളരെ ബോധ്യം BJP-ക്കുള്ളതുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയെ അകത്തിടാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ നമ്മൾ പലരോടെല്ലാം BJP-യുടെ പ്രചരണങ്ങളിൽ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരത്തെ ഹാജരായിക്കൂടാ, നേരത്തെ ഹാജരായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തു വരാമായിരുന്നില്ല എന്ന്. നമ്മൾ നേരത്തെ ഹാജരായ രണ്ട് കരുത്തരായ നമ്മുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, രാജേന്ദ്ര ജയിലും അതുപോലെ തന്നെ മനീഷ് സിസോദിയായെ നമുക്കറിയാം. ആദ്യത്തെ സമൻസിൽ തന്നെ ED വിളിച്ചപ്പോൾ ധൈര്യപൂർവ്വം കടന്നുപോയ ആളാണ് മനീഷ് സിസോദിയ. അവിടെ ചെന്നതിന് ശേഷം നാളിതുവരെ പുറം ലോകം കാണിക്കാതെ ഏതാണ്ട് 1.5 വർഷത്തോളം ആയി അകത്ത് കിടക്കാൻ തുടങ്ങിയത്. എന്താണ് കാരണം? ഒരു തെരുവ് പോലും ഈ കാലഘട്ടത്തിനുള്ളിൽ BJP-ക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ വലിയ അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്ന CBI-ക്കോ ED-ക്കോ എൻഫോഴ്സ്മെന്റിനോ തുടങ്ങിയ ഒരു പ്രസ്ഥാനങ്ങൾക്കും സിസോദിയക്കെതിരെയോ രാജേന്ദ്ര ജയിനെതിരെയോ കേജ്രിവാളിനെതിരെയോ കണ്ടെത്താൻ ആവശ്യമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എന്നാൽ PMLA എന്നൊരു പ്രത്യേക ആക്ടിനെ സംബന്ധിച്ച് ഇവിടെ മുൻപ് സൂചിപ്പിച്ചു. അതിനകത്ത് ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് തെളിവുകൾ ഇല്ലെങ്കിൽ പോലും പിടിച്ചകത്തിട്ട് അനിശ്ചിതകാലം നീട്ടിക്കൊണ്ടു പോകാമെന്ന ഭേദഗതി നിർദ്ദേശം വരുത്തിക്കൊണ്ട് പാർലമെന്റിൽ എങ്ങനെയാണ് നിയമം പാസാക്കിയതെന്ന് നിങ്ങൾ കണ്ടു. ഈ കഴിഞ്ഞ അവസാനത്തെ പാർലമെന്റിലെ സമ്മേളനത്തില് ഏതാണ്ട് 129ഓളം വരുന്ന പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് 2-3 നിയമങ്ങള് ഒറ്റയടിക്ക് പൂർത്തീകരിച്ചെടുത്ത നടപടിക്രമങ്ങളാണ്. അതുപോലെയുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് PMLA ആക്ടും, അതായത് ഇവിടുത്തെ കള്ളപ്പണ വേട്ടയ്ക്ക് മുഖ്യമായിട്ടും വേണമെന്ന് പറഞ്ഞ തുടങ്ങി വെച്ച ഒരു PMLA ആക്ടിനകത്ത് ചെറിയ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കളെ ചെയ്തിരിക്കുന്നു. ഇപ്പൊ PMLA ആക്ട് പ്രകാരം ഇന്ന് കരുതൽ തടങ്കലിൽ നിൽക്കുന്നവരെല്ലാം പ്രതിപക്ഷ നേതാക്കൾ മാത്രമാണ്. അല്ലാതെ ഇവിടുത്തെ കള്ളപ്പണ ലോബിയോ അതുപോലെ വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയൊന്നും അവർ പിടിക്കാൻ തയ്യാറായിട്ടില്ല. ഈ രീതിയിൽ ജനാധിപത്യ വിരുദ്ധ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ത്യയില് BJP-ക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് വരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ED-യും CBI-യും എല്ലാം BJP-യെ വേട്ടപ്പട്ടികളാക്കി മാറ്റിക്കൊണ്ട് തന്നെ എല്ലാ ഹീനമാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളില് BJP-യെ ഈ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തൂത്തെറിയേണ്ടത് നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് വിറ്റുപോകാന് അവരുപയോഗിച്ചിരിക്കുന്ന മാർഗം നാം ശ്രദ്ധിച്ചു. കുറെ മുസ്ലിം തീവ്രവാദികള് അവിടെ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇന്ന് BJP പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് കേരളത്തിലെ 90-95% മുസ്ലിം മതവിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നവരും മറ്റെല്ലാ മതവിഭാഗങ്ങളുമായി സൗഹാർദ്ദപരമായി കഴിയുമ്പോൾ കേവലം ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒത്താശ കൈപ്പറ്റുന്ന 2-3% വരുന്ന വിഭാഗക്കാരുടെ പ്രവർത്തനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് അവർക്കെതിരെയാണെന്നുള്ള രീതിയിൽ കേരളത്തിലെ മറ്റ് ജനമതസ്ഥരെ അവരുടെ മുന്നിലേക്ക് വോട്ട് ബാക്കികളായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ കേരളത്തിലെ നടക്കുന്ന 1-2 പ്രാദേശിക വിഷയങ്ങളില് അധികം വേശുന്നില്ല എന്ന് വീണ്ടും അന്തർദേശീയ വിഷയങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. ഇവിടെ കേന്ദ്രത്തിന്റെ ഗവൺമെന്റിന്റെ ജനാധിപത്യവും വിരുദ്ധവുമായ നിലപാടുകള് സംസാര വിഷയമാക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ചെയ്തു വരുന്നത്. അവര് അയോധ്യയില് ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. സാധാരണ പൂജാരിമാരാണ് അതിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇവിടെ മോദി എന്ന ഒരു കാട്ടുകള്ളനാണ് അവിടെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അത് രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ആ അയോധ്യ വിഷയം ഇത്തരത്തിന്റെ പേരില് നമുക്കിവിടെ ജനങ്ങളുടെ വോട്ടുകൾ നേടി മുന്നോട്ട് പോകാൻ 400ഓളം വോട്ടുകൾ ശേഖരിക്കാമെന്ന് കരുതി അവർ മുന്നോട്ട് പോയപ്പോൾ അത് ഏഷ്യയില്ലെന്ന് കണ്ടുപിടിഞ്ഞപ്പോഴാണ് അവസാനം NIA എന്ന ആക്ടിനുണ്ട് ഇവിടെ വിദേശ പൗരന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം. നമുക്കറിയാം, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങള് ദുരിതം അനുഭവിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെടാത്ത എല്ലാവരെയും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാല് അവർക്കൊന്നും വേണ്ട അക്കോമഡേഷൻ കൊടുക്കാനുള്ള സൗകര്യം ഇന്ത്യക്ക് ഇന്ന് നിലവിലില്ല. ഇവിടെ കേവലം 80-85% വരുന്ന കർഷകരുടെയും അതുപോലെ പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ അതുപോലെ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മള് ഇവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അവരുടെ ഭരണപരാജയങ്ങളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, 50 രൂപയില് പെട്രോളിന്റെ വില നിർത്താമെന്നും പറഞ്ഞും അതുപോലെ
300 ഗ്യാസിന്റെ വില നിർത്താമെന്നും പറഞ്ഞ് അധികാരത്തിൽ കയറിയ അവര് ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാ കുടുംബങ്ങളെയും സാമ്പത്തികമായി വൈഷമ്യത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ വിരുദ്ധ പരിപാടികളുമായി മുന്നോട്ട് നിൽക്കുന്ന BJP സർക്കാരിനെ അടുത്ത 5 കൊല്ലത്തേക്കെങ്കിലും നമ്മൾ മാറ്റി നിർത്തണം. കാരണം ഒരു പാഠം നമുക്ക് കൊടുക്കാൻ അത്യാവശ്യമുണ്ട്. നമുക്കറിയാം 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് 2 കൊല്ലം ഈ രാജ്യം മുഴുവൻ അടക്കി വാഴുന്ന ഇന്ദിരാഗാന്ധി അതിനുശേഷം വളരെ അനുകൂലമായ അന്തരീക്ഷമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അവർക്കുണ്ടായ പരാജയം എന്തായിരുന്നു എന്ന് നമുക്ക് കാണണം. അതുപോലെ ഇന്ത്യയിലെ ജനങ്ങള് ഒത്തൊരുമിച്ചുകൊണ്ട് ഇവരുടെ ഈ 400 സീറ്റ് എന്നുള്ള സങ്കല്പത്തെ പാടയെ പറിച്ചുകൊണ്ട് ഒരു 100-150 സീറ്റിലേക്ക് അവരെ ഒതുക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തില് അടുത്ത വർഷം ഈ ജൂൺ 4-ാം തീയതി ഇന്ത്യ മുന്നണി ഭാരതത്തിന്റെ ഭരണം ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ